ഓസ്ട്രിയയിൽ സതീശൻ ആറാടുകയാണ്. ദൃശ്യങ്ങളെല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ട്. സിനോഷ് ജോർജ് എന്നൊരു വ്യവസായി ഓവർസീസ് കോൺഗ്രസ് എന്നൊക്കെ പേര് വെച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ഓസ്ട്രിയയിലുള്ള ഒരു കച്ചവടക്കാരനുമായിട്ട് ഇത്രമാത്രം ഉല്ലസിക്കാനുള്ള ആത്മബന്ധം എന്ത്? നമ്മൾ സ്വാഭാവികമായി ചോദിക്കണ്ടേ. അടുത്തത് മുഖ്യമന്ത്രിയാകുമെന്നുള്ള വലിയ പ്രചരണം കൊടുത്തുകൊണ്ട് സതീശൻ ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ആ പ്ലാനിന്റെ ഭാഗമാണോ ഈ ഓസ്ട്രിയ സന്ദർശനം തോന്നുകയാണ്. അതായത് ഓസ്ട്രിയ പാർലമെന്റിൽ പോയിട്ടുള്ള ഫോട്ടോസൊക്കെ സതീശൻ എടുത്ത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു. അപ്പോഴാണ് സതീശൻ ഓസ്ട്രിയയിലാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നത്. എന്നിട്ട് അവിടെ നിന്നിട്ട് കേരളത്തിൽ എമ്പുരാൻ എന്നൊരു ചിത്രം വിവാദമായപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു കാർഡ് അടിച്ചിറക്കി PR ടീമിനെ കൊണ്ട് സിനിമ കാണും എന്നൊരു പോസ്റ്റ് കൊടുത്തു. ആരെ പറ്റിക്കാൻ. ഇപ്പോൾ ആ ഉടായ്പ കാലത്തിന് ശേഷം ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ആൾക്കാരെ പറ്റിച്ചിട്ട് സതീശൻ അവിടെ അറുമാദിക്കുകയാണ് എന്നുള്ള ഒരു ദൃശ്യം പുറത്തു വരുന്നുണ്ട്. ഫോട്ടോ സൂം ചെയ്ത് നോക്കിയാൽ സതീശന്റെ കണ്ണൊക്കെ എന്തോ ജീവൻ നഷ്ടപ്പെട്ട് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ TN പ്രതാപനും മണലാരണ്യത്തിൽ T സിദ്ദിഖിൽ കാലുറയ്ക്കാതെ പോയ ചില രംഗങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരികയാണ്. എന്തായാലും ഓസ്ട്രിയ സന്ദർശനം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് കേരളത്തിലെ ഒരു കോൺഗ്രസ്സുകാരും ചോദിക്കുന്നില്ല. നിന്ന് അറേബ്യൻ നാടുകളിലെല്ലാം അദ്ദേഹം തന്നെ സ്വന്തം ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ആ സംഘടനയുടെ പേരിൽ വലിയ കച്ചവടം നടത്തുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു പാതിവില തട്ടിപ്പൊക്കെ വന്നിട്ട് പോയത് ഇതുപോലത്തുള്ള സംഘടനകളുടെ ഒക്കെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് നിന്നടിപ്പിൽ വളരെ നിശബ്ദനായിട്ട് അദ്ദേഹം ഡെയിലിയുള്ള വാർത്താ സമ്മേളനങ്ങളെല്ലാം നിർത്തിവെച്ച് ഓസ്ട്രിയയ്ക്ക് മുങ്ങിയിരിക്കുന്നു. എന്തായാലും ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ പലതരത്തിലുള്ള ദുരൂഹതകളുണ്ട്, പലതരത്തിലുള്ള സംശയങ്ങൾ വരികയാണ്. എന്തിനാണ് പ്രതിപക്ഷ നേതാവ് അനൌദ്യോഗികമായി കച്ചവടക്കാർക്കൊപ്പം നീന്തി തുടിക്കാൻ ഓസ്ട്രിയയ്ക്ക് പോയത്? നാളെ അറിയണ്ടേ, ചോദിക്കണ്ടേ. പിണറായി വിജയൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ഈ നാട്ടിൽ ചർച്ചയായാൽ പോയല്ലോ. പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ആർഭാടങ്ങൾ, ധൂർത്തുകൾ, ഇതുപോലുള്ള ബിസിനസ് ട്രിപ്പുകളെ കുറിച്ചൊക്കെ നാട്ടുകാർ ചർച്ച ചെയ്യേണ്ട സന്ദർഭം തന്നെയാണെന്ന് പറയേണ്ടി വരികയാണ്.